അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന അസ്ദഖൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. വബിസ്സനദിൽ മുത്തസിൽ മിന്നാ ഇലൽ ഇമാമിൽ ഹുമാമിൽ ഹാഫിളിൽ ഹുജ്ജത്തി അമീരിൽ മുഅ്മിനീന ഫിൽ ഹദീസ് അശ്ശൈഖ് അബി അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബത്തിൽ യമാനിൽ ജുഅഫിൽ ബുഖാരി അന്നഹു ഖാൽ ഫലൗ അന്നി അഅലമു അന്നി അഖ്ലുസു ഇലൈഹി ലതജശംതു ലിഖാഅഹു വലൗ കുന്തു ഇൻദഹു ലഗസൽതു അൻ ഖദമൈഹി. അപ്പൊ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ഹിർക്കലി ഈ 10-11 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ ഓരോന്നും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. അബൂ സുഫിയാൻ കൃത്യമായ മറുപടി പറഞ്ഞ് ഒരു കള്ളത്തരവും പറയാതെ, കാരണം കള്ളത്തരം പറയുക എന്നുള്ളത് മോശമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ചീത്തയാവും, നാട്ടിലാകെ പാട്ടാകും. ഇവരൊക്കെ തിരിച്ചിനി മക്കത്തേക്ക് പോകും. മക്കത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് പറയും അബൂ സുഫിയാനോട് ഹിർക്കല് കുറെ ചോദ്യം ചോദിച്ചിട്ട് അയാൾ കുറെ കളവ് പറഞ്ഞു. അപ്പൊ ആകെ പേര് ദോഷം വരും. എന്നല്ലാണ്ട് അള്ളാനെ പേടിച്ചിട്ടൊന്നുമല്ല. എന്താ അള്ളാഹ് അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ശത്രുവാണ്, കാഫിറുവാണ്. അപ്പൊ മക്കത്താകെ പേര് ദോഷം വരും. അതിന് പുറമെ ഇതിപ്പോ കച്ചവടത്തിന് പോയതാണ് അല്ലേ? ഇവര് സംഘമായിട്ട് കച്ചവടത്തിന് പോയതാണ്. അബൂ സുഫിയാനാണ് കച്ചവടത്തിന് നേതൃത്വം. അപ്പൊ കച്ചവടത്തിന് ഇങ്ങനെ കളവ് പറയുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അതും പ്രശ്നം വരും. അതുകൊണ്ടാണ് ഞാൻ കളവ് പറയാതിരുന്നത്, നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ല. അപ്പൊ ഉള്ളത് പോലെ പറഞ്ഞപ്പോ ഓരോന്നിനെ സംബന്ധിച്ചും ഹിർക്കല് പറഞ്ഞ് അപ്പോ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ എന്താ? ഒറ്റ കളവും പറഞ്ഞിട്ടില്ല. കളവ് പറഞ്ഞുള്ള ധാരണ പോലും ഞങ്ങൾക്കില്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. അതിനെ കോട്ട് ചെയ്തിട്ട് ഹിർക്കല് പറഞ്ഞെന്താ? മനുഷ്യന്മാരോട് ഇതുവരെ കളവ് പറയാത്ത, മനുഷ്യന്മാരുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയാത്ത ഒരു മനുഷ്യൻ അയാളെന്തിനാ പിന്നെ അള്ളാന്റെ കാര്യത്തിൽ കളവ് പറയുന്നു? അങ്ങനെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനെയും കൂട്ടി ചെയ്തിട്ട് ഹിർക്കൽ സംഗതികളൊക്കെ പറഞ്ഞ് തീർത്ത് ലാസ്റ്റ് പറഞ്ഞ് വഖദ് കുന്തു അഅലമു അന്നഹു ഖാരിജുൻ, ഇങ്ങനെയുള്ള ഒരു നബി വരും, അത് എനിക്ക് നേരത്തെ ഉറപ്പുണ്ടായി. പക്ഷെ അത് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത് എന്ന് പറഞ്ഞാൽ അറബികളുടെ കൂട്ടത്തിൽ ആയിട്ട് വരും, അതെനിക്ക് എന്തുണ്ടായിട്ടില്ല, ഉറപ്പുണ്ടായിട്ടില്ല. അത് ഹിർക്കലിന്റെ ഒരു തന്ത്രാണ്. അത് നസാറാക്കളുടെ കൂട്ടത്തിലാണ് വരിക എന്നൊക്കെ അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചിന് നേരത്ത്. അതൊരു കള്ളത്തരം. പോട്ടെ, ഹിർക്കൽ ചെയ്താൽ അങ്ങനെയെങ്കിലും പറഞ്ഞു കിട്ടിയില്ലേ, നമുക്ക് കിട്ടിയെടുത്ത് നിർത്താം. ഏതായാലും ഇങ്ങനത്തെ ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ആ പൂർവീയ ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ വരുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് തന്നെയാണ്? നബിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫലവു അന്നി അഅലമു, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഞാൻ അറിയുമായിരുന്നുവെങ്കിൽ, അന്നി അഖ്ലുസു ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എനിക്ക് എത്തിപ്പെടാൻ അസിലു,
അസുലു ഇലൈഹി, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തിപ്പെടും എന്ന് ഞാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ലതജശംതു ലിഖാഅഹു, അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഞാൻ പ്രയാസം നേരിടുകയായിരുന്നു. പ്രയാസം നേരിട്ടിട്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ പോയാൽ എന്നെ കൊന്നുകളിയോ എനിക്കവിടെ എത്താൻ കഴിയോ അതൊന്നും എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഏതെങ്കിലും നിലക്കൊന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ, കാരണം ഇത്രമാത്രം നന്മയുള്ള ഒരു മനുഷ്യൻ, ആഹൃതമാനിൽ വരുമെന്ന് പൂർവ്വ ഗ്രന്ഥങ്ങളിൽ വാക്തത്വം ചെയ്ത ഒരു പ്രവാചകൻ, അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാൻ എനിക്ക് സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വിഷമം സഹിച്ചിട്ടെങ്കിലും ഞാനൊന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. ലതജശംതു ലിഖാഅഹു തകല്ലഫ്തുൽ വുസൂല ഇലൈഹി. പക്ഷെ എനിക്ക് ഉറപ്പില്ല അങ്ങോട്ട് പോകാൻ കഴിയുന്നു. എന്തറിയോ, ചിലപ്പോൾ എന്നെ വഴിക്കുന്ന ആരെയും കൊന്നേക്കും. ആകെ പ്രശ്നങ്ങളില്ലേ, അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല. ആ പേടിയെല്ലാം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. നമുക്ക് വേറൊന്നും അറിയാം, അള്ളാഹിൻ്റെ കലായില്ല, അള്ളാഹുത്താരൻ്റെ കതിരില്ല, അള്ളാഹുത്താരൻ്റെ തൗഫീക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനും അള്ളാഹുത്താരൻ്റെ തൗഫീക്കും വേണം, അള്ളാഹുത്താരൻ്റെ കലാവും വേണം, ആ ഭാഗ്യവും വേണം. ആ ഹിദായത്ത് നേരത്തെ അള്ളാഹുത്താല ഉദ്ദേശിച്ചിട്ടും ഉണ്ടാകണം. അല്ലാതെ ഇനി ഏത് നിലക്ക് ഉറപ്പുണ്ടായാലും അതൊന്നും ഇവിടെ നടക്കൂല. അള്ളാഹുത്താലൻ്റെ കലാഹ് കദറിൽ ഹിർക്കലിനകത്ത് ഒരു സഹാബിയാകാനുള്ള തൗഫീക്ക് അള്ളാഹുത്താല നേരത്തെ കണക്കാക്കിയിട്ടില്ല, അതിൻ്റെ തൗഫീക്ക് കിട്ടിയിട്ടില്ല. എന്നോട് പലരും പറയാറുണ്ട്, ഞാനും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ചില എഴുത്തുകാർ, ചില സാഹിത്യകാരന്മാർ ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് മദ്ഹ് ചെയ്തിട്ടുണ്ടാവും. ബർണാഡ് ഷോ ഒക്കെ പറഞ്ഞില്ലേ, ഇത്ര നല്ലൊരു മതം, ഇത്ര നല്ലൊരു മനുഷ്യൻ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് എഴുതിയില്ലേ. എഴുതിയപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, ഇത്രയൊക്കെ എഴുതിയ നിങ്ങൾക്കെന്താ മുസ്ലിം ആകാത്തത്, നിങ്ങൾക്കെന്താ ഇസ്ലാം ആയിക്കൂടെ? കാരണം അയാൾ ആ നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിനെയും പ്രശംസിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അയാളുടെ ആ പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉറുദു പതിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ വായിച്ചത്. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ എന്നോട് പലരും എഴുതി ചോദിക്കുന്നു, നിങ്ങൾ ഇത്രമാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തിട്ട്, ഇസ്ലാമിനെ മദ്ഹ് ചെയ്തിട്ടൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ പിന്നെ മുസ്ലിം ആകുന്നതിന്? അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു, അള്ളാഹിന്റെ കല്ലാഹും അള്ളാഹിന്റെ തൗഫീക്കും അള്ളാഹിന്റെ ഹിദായത്തും ഉണ്ടാകാത്തതുകൊണ്ട്. അതാണ് അതിന്റെ ജവാബ്. പക്ഷെ അയാള് പറഞ്ഞത്, ഇന്നത്തെ ഈ മുസ്ലിമീങ്ങളെയും അവരുടെ പ്രവൃത്തിയും കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി തോന്നുന്നില്ല. അത് എനിക്ക് തോന്നാത്തത് ആ നിലക്ക് അള്ളാഹിന്റെ തൗഫീക്ക് എനിക്കില്ലാത്തതുകൊണ്ടാണ്. എന്നല്ലാണ്ട് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ഈ പ്രവൃത്തിയും കണ്ടിട്ടല്ല നീ ഇസ്ലാമിലേക്ക് വരാത്തത്. എനിക്കതിന്റെ തൗഫീക്കില്ല. പക്ഷെ അയാളതിന് പറഞ്ഞു കൂട്ടിയ കാരണം അതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഹിർക്കല് പറയുന്നത്, എനിക്ക് പേടിയായിട്ടാണ് ഞാൻ പോകാത്തത്. എന്ത് പേടി? അങ്ങനെ പോയി നോക്കിക്കൂടെ, വരുന്ന വേട്ട പോട്ടാ ചർച്ച ചെയ്യണ്ട. അയാളിപ്പോ പറഞ്ഞത് അതാണ്, ഞാൻ പോകാത്തത് എനിക്ക് പേടിയായിട്ടാണ്. കഥമേ, ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു. അമ്മ പറയില്ലേ, കാല് കഴുകിയിട്ട് വെള്ളം കുടിക്കും. അതിന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട്. ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാല് കഴുകി കൊടുക്കുമായിരുന്നു. കാല് കഴുകി കൊടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഹിർക്കലിന്റെ ആ മതത്തിൽ അതൊരു വലിയ സംഗതിയാണ്. അത് ഇന്നും അങ്ങനെ തന്നെയല്ലേ? ചിലരൊക്കെ വലിയ ആളുകളുടെ കാല് കഴുകി കൊടുക്കുക എന്നത് ഒരു വലിയ ആരാധനയായി കാണുന്ന
ഒരു സമൂഹം ഇന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ഹിർക്കൽ പറഞ്ഞത്. ഞാൻ ആടെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു. അത്രയും വലിയ ബഹുമാനം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് സുമ്മ ദആ ബി കിതാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളത് ഓർമ്മിച്ചതിന്റെ തുടക്കം. ഹിർക്കൽ രാജാവിന് ഒരു കത്ത് കൊടുത്തയച്ചപ്പല്ലേ ഈ പ്രശ്നം വരുന്നത്. ഒരു കത്ത് കൊടുത്തയച്ചപ്പോഴാണ് ദഹിയത്തുൽ കൽബി വശം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിർക്കലിന് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് കൊടുത്തയച്ചപ്പോഴാണ് ഹിർക്കൽ രാജാവ് ഈ കത്ത് എഴുതിയ ആള് ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാനോട് ഈ സംഗതിയൊക്കെ ചോദിച്ചതും പറഞ്ഞതും എന്നത് ഹദീസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. രാജാക്കന്മാർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തെഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഹിർക്കലിനും എഴുതിനി. അപ്പൊ ആ കത്തുമായിട്ട് വന്നപ്പോഴാണ് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നത്. അപ്പൊ കത്ത് എവിടെയുണ്ട്? ആ കത്ത് സുമ്മ ദആ ബി കിതാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ച ആ കിതാബ്, ആ എഴുത്ത്, ആ കത്ത് കൊണ്ടുവരാൻ ഹിർക്കൽ പറഞ്ഞ് ലദീ ബഅസ ബിഹി ദഹിയത്ത ഇലാ അദീമി ബുസ്റ. ദഹിയത്തുൽ കൽബി അദ്ദേഹം വശം കൊടുത്തയച്ച ബുസ്രയിലെ ഗവർണറുണ്ട്. ബസ്രയിലെ ഗവർണറുടെ അടുക്കൽ ഇപ്പൊ കത്തുള്ളത് ഹിർക്കലിന് കൊടുത്തയച്ചതാണ്. ആ കത്ത് കൊണ്ടുവരാൻ ഹിർക്കൽ പറഞ്ഞ് ഫദഫഅഹു ഇലാ ഹിർക്കൽ. അപ്പൊ ബസ്രയിലെ അദീം, അവിടുത്തെ ഗവർണർ, ആ കത്ത് ഹിർക്കലിന് കൊടുത്ത്. ദഹിയത്തുൽ കൽബി വശം ഹിർക്കലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് കൊടുത്തത്. പക്ഷെ കത്ത് രാജാവിന് കൊടുത്ത കത്ത് നേരെ രാജാവിന്റെ കയ്യിലൊന്നും കൊടുക്കാൻ കഴിയില്ല. ഗവർണറുടെ അടുക്കൽ കൊടുത്തിട്ട് ഗവർണറാണ് അത് ആർക്ക് കൊടുക്കുന്നത്? രാജാവിന് കൊടുക്കുന്നത്. ഫഖറഅഹു. ഹിർക്കൽ ആ കത്ത് വായിച്ച്. ഹിർക്കൽ കത്ത് വായിച്ചെന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആരാണ് വായിക്കുന്നത്? തർജമാൻ, കാരണം അറബിയല്ലേ. അത് വായിച്ചു കൊടുത്തു. ഫൈദാ ഫീഹി, ആ കത്തിൽ ഉണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി ഇലാ ഹിർക്കല അദീമിർ റൂമി സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ അമ്മാ ബഅദ് ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം അസ്ലിം തസ്ലം യൂതികല്ലാഹു അജ്റക മർറത്തൈൻ ഫഇൻ തവല്ലൈത ഫഇന്ന അലൈക ഇസ്മൽ ലരീസിയീൻ വയാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ച കത്ത്. ഈ കത്തിന്റെ ആ പകർപ്പിന്റെ കോപ്പി ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല സ്ഥലത്തും നിങ്ങൾ ഇതേ കത്ത് കണ്ടിട്ടുണ്ടാവും. ഇനി വേണമെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിക്കോ. നെറ്റിലുണ്ട് ഈ കത്ത്. അത് അതിന്റെ കോപ്പി കാണൽ നല്ലതാണ്. അന്നത്തെ ആ എഴുത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതാനും വായിക്കാനും രണ്ടും അറിഞ്ഞുകൂടാ. അത് അവിടുത്തെ മുഅ്ജിസത്താണ്. എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാള് ഇത്രയും വലിയ സാഹിത്യം പറയുകയും ഈ സാഹിത്യം പ്രചരിപ്പിക്കുകയും ഖുർആനുള്ളതും ഇതൊക്കെ അന്നല്ലേ ആ മുഅ്ജിസത്ത് കാമിലത്താവുക. ബയസഫിൽ ഉമ്മിയീനെ റസൂലൻ ഉമ്മിയൻ ഉണ്ടല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ് ഉമ്മിയുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുതാനും അറിഞ്ഞൂടാ, വായിക്കാനും അറിഞ്ഞൂടാ. പക്ഷെ ഇത് മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ചതാണ്. അപ്പൊ എഴുത്തിൽ എന്താ ഉള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്തിന്റെ തുടക്കം അതാണ്. ഈ മുഹമ്മദിൻ അബ്ദില്ലാഹി റസൂലി ഇലാ ഹിർക്കൽ അദീമിർ റൂം. റോമാ ചക്രവർത്തി. ഹിർക്കലല്ലേ റോമാ ചക്രവർത്തി ഹിർക്കലിന്
സലാമുൻ അലാ മനിത്തബൽ ഹുദ, അസ്സലാമു അലൈക്കും പറയാൻ പറ്റൂല, കാരണം അത് മുസ്ലിമീങ്ങളോടല്ല പറയാൻ പറ്റൂ. സലാമുൻ അലാ മനിത്തബൽ ഹുദ, ഹിദായത്ത് പിൻപറ്റിയവര്. നീ പണിക്ക് ഇസ്ലാം ഹിദായത്ത് പിൻപറ്റിക്കോ, എന്നാ എനിക്കും അസ്സലാം. ഇനി ഏതായാലും സലാം എഴുതണം, അതൊരു കത്തിൻ്റെ മര്യാദയാണ്. പക്ഷെ അസ്സലാമു അലൈക്കും എന്ന് എഴുതാൻ ഹിർക്കലിന് പറ്റില്ല, അയാൾ മുസ്ലിം ആയിട്ടില്ല. സലാമുൻ അലാ മനിത്തബൽ ഹുദ, ഹിദായത്ത് പിൻപറ്റിയവർക്ക് അള്ളാഹു തആലയുടെ സലാം ഉണ്ടാവട്ടെ. അമ്മാ ബഅദ് ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ക്ഷണം നിന്നെ ഞാൻ ക്ഷണിക്കുന്നു, ഇസ്ലാമിലേക്ക് നിന്നെ ഞാൻ ക്ഷണിക്കുന്നു, നീ ഇസ്ലാമിലേക്ക് ബാ. അസ്ലിം തസ്ലം, എന്താ സാഹിത്യല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സാഹിത്യത്തിൻ്റെ കടുപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കി. എഴുതാനും വായിക്കാനും അറിയാത്ത ഉമ്മിയാന്ന് നമ്മൾ പറയും ചെയ്ത് ഉപയോഗിച്ച പദം കണ്ട എന്താ അല്ലേ. അസ്ലിം തസ്ലം, മുസ്ലിം ആയിക്കോ, എനിക്ക് രക്ഷപ്പെടാം. നീ മുസ്ലിം കേൾക്കുമ്പോൾ തന്നെ പേടിയാവൂലേ. അസ്ലിം തസ്ലം, നീ മുസ്ലിം ആയിക്കോ, എനിക്ക് രക്ഷപ്പെടാം, അല്ലെ ഇതിൻ്റെ അവസാനം കഴിഞ്ഞു പോകും. യൂത്തിക്ക് അല്ലാഹു അജ്റക മറത്ത്, എനിക്ക് അല്ല 2 കൂലി വരും, 2 പ്രാവശ്യം കൂലി വരും. കാരണം നീ ഒന്ന് നസ്രാനിയാണ്, ആ കൂലിയും കിട്ടും. നീ മുസ്ലിമായി, ആ കൂലിയും കിട്ടും. അപ്പോൾ 2 കൂലിയും കിട്ടും. 2 മതത്തിൽ വിശ്വസിച്ച മനുഷ്യനായില്ലേ. അതുകൊണ്ട് അസ്ലിം തസ്ലം യൂത്തിക്ക് അല്ലാഹു അജ്റക മറത്ത്. ഇനി ഫൈൻ തവല്ലൈത, താക്കീതാണ്. നീ ഇസ്ലാമിലേക്ക് വരാണ്ട് നീ പിന്തിരിഞ്ഞ് പോന്നാ, നീ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ നിൽക്കുന്ന, ഫൈന അലൈക്ക ഇസ്മൽ എരീസീൻ, അവിടെയുള്ള കർഷകർ, നിന്റെ അനുയായികളൊക്കെ കർഷകരാണ്, കൃഷി ചെയ്യുന്ന ഫല്ലാഹിങ്ങളാണ് നിന്റെ അനുയായികൾ. അവരുടെ കുറ്റം പോലും നിനക്ക് കിട്ടും. നിന്നെ കണ്ടിട്ടല്ല അവരെങ്ങനെയായിനി. അതുകൊണ്ട് നീ വരുന്നില്ലെങ്കിൽ അവരെ കുറ്റം കൂടി നിനക്ക് കിട്ടും. അതുകൊണ്ട് നീ മുസ്ലിം ആയിക്കോ, ഗൗരവമാണ്. അങ്ങനെ താക്കീത് ചെയ്തിട്ട് തന്നെ പറയേണ്ടവരോട് പറയണം. രാജാവാന്നുള്ളത് പിന്നെ. നീ മുസ്ലിമായ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് 2 പ്രാവശ്യം എനിക്ക് കൂലി കിട്ടും. ഒന്ന് നസ്രാനിയത്തിലും നീ ജീവിച്ച് ഇസ്ലാമിലും ജീവിച്ച്, അതിൻ്റെ കൂലിയും കിട്ടും. ഇല്ലേ ഇല്ലെങ്കിൽ ആ കർഷകരായ നിന്റെ അനുയായികൾ, അവരുടെ കുറ്റം കൂടി നീ പേറേണ്ടി വരും. അതുകൊണ്ട് നീ സൂക്ഷിച്ചോ. അതുകൊണ്ട് നീ ഇസ്ലാമിലേക്ക് വന്നോ, അതെനിക്ക് നല്ലത്. നല്ല കടുകടുത്ത താക്കീത്. ഇരീസി എന്ന് പറഞ്ഞാൽ അയാളുടെ അനുയായികളൊക്കെ കർഷകരാണ്. എന്നിട്ട് യാ അഹ്ലൽ കിതാബ് തആലൗ, അഹ്ലുൽ കിതാബ് ഗ്രന്ഥം നൽകപ്പെട്ടവർ, ഇവൻ നസ്രാനിയല്ലേ. തൗറാത്ത് ഇഞ്ചീൽ സബൂറിന്റെ ആൾക്കാർക്കാണ് അഹ്ലു കിതാബ് എന്ന് പറയുന്നത്, വേദങ്ങൾ നൽകപ്പെട്ടവർ. ഇപ്പൊ ഇവൻ നസ്രാനിയാണ്. യാ അഹ്ലുൽ കിതാബ് തആലൗ, നിങ്ങൾ ബാ, നിങ്ങൾ വന്നോ. ഇലാ കലിമത്തിൻ, ഒരു വചനത്തിലേക്ക്, ഒരു പ്രഖ്യാപിത ലക്ഷ്യം, അതിലേക്ക് നീ വന്നു. അതെന്താ? സവായും ബൈന ഓ ബൈനക്ക്, നമുക്കും നിനക്കൊക്കെ അത് തുല്യാണ്. ഇസ്ലാമിൻ്റെ കലിമത്ത്, മുസ്ലിമാകുക എന്നുള്ളത് നിങ്ങൾക്കും ആവശ്യമാണ്, നമുക്കും അത് ആവശ്യമാണ്. ആ കലിമത്തിൽ പകുതി മുസ്ലിം, വലിയ മുസ്ലിം, ചെറിയ മുസ്ലിം അതൊന്നുമില്ല. ഷഹാദത്ത് കലിമ ചൊല്ലി എല്ലാ മുസ്ലിമായി. പൂർണ്ണ മുസ്ലിം, പകുതി മുസ്ലിം, അര മുസ്ലിം അതൊന്നുമില്ല. എല്ലാവരും തുല്യരാണ്. ഇസ്ലാമിലേക്ക് വന്നാൽ തുല്യാവകാശം. അത് ആ ഇസ്ലാമിലേക്ക് വരിക എന്നുള്ള കലിമത്ത്, ഷഹാദത്ത് കലിമ, അത് യഹൂദിക്കും ബാധകമാണ്, നസ്രാനിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. തുല്യമായ ഒരു കലിമത്ത്, ഒരു പ്രഖ്യാപിത വാക്ക്. അതെന്താ? തആലൗ, നിങ്ങളെല്ലാം ബാ, ഇലാ കലിമത്തിൻ, ഒരു കലിമത്തിലേക്ക്. എന്താ? സവാഇൻ ബൈന വ ബൈനക്കും, ആ കലിമത്ത് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ തുല്യമാണ്. അഹ്ലു കിതാബേ, ഒരു കലിമത്തിലേക്ക് നിങ്ങളൊക്കെ വന്നോ. ആ കലിമത്ത് നിങ്ങൾക്കും നമുക്കൊക്കെ ബാധകമാണ്, തുല്യമായ നിലക്ക് ബാധകമാണ്. നിങ്ങളും അത് അംഗീകരിക്കണം, നമ്മളും അംഗീകരിക്കണം. അത് അംഗീകരിക്കാതെ പോകരുത്. അങ്ങനെയുള്ള ഒരു കലിമത്തിലേക്ക് നിങ്ങൾ ബാ. എന്താണ് കലിമത്ത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അത് തന്നെ. അള്ളാനെ അല്ലാണ്ട് വേറെ ആരെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോകണ്ട. വലാ നുശ്രിക ബിഹി ഷൈഅ, അവനോട് ഒന്നും പങ്കു ചേർക്കണ്ട, കൂറുകൂട്ടണ്ട. അവൻ ഏകനായ റബ്ബ്.
വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. ചിലരെ റബ്ബാക്കാനും പോകണ്ട അള്ളാഹ്ക്ക് പുറമെ. ചിലരെ മനുഷ്യന്മാരിൽ ചില മനുഷ്യന്മാരെ റബ്ബാക്കുക. ഇപ്പൊ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന അങ്ങനെയാണ്. യേശു ക്രിസ്തു ഈസ നബി അദ്ദേഹം മനുഷ്യനാണ്, അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് റബ്ബാക്കി. അങ്ങനത്തെ പണിക്കൊന്നും പോണ്ട. അങ്ങനെ പലരും ഉണ്ട്. പലരെയും കൊണ്ടുപോയിട്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചിലരെ കൊണ്ടുപോയിട്ട് അങ്ങനെ ആക്കൽ, അതൊന്നും വേണ്ട. മനുഷ്യൻ പടച്ചവൻ അതിനെ കൊണ്ടുപോയിട്ട് കൂറ് കൂട്ടിയിട്ട് പടച്ചവനിക്ക് വേറെ കുറെ പടച്ചവന്മാര്, അങ്ങനത്തെ ഒന്നിനും തന്നെ പോകണ്ട. വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൗ. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പിന്തിരിഞ്ഞു പോകാതെ അവിടെ നിന്നോ. അവിടെ തന്നെ ഉറച്ചു നിന്നോ. അവിടുന്ന് നീ നിങ്ങളാരും പിന്തിരിഞ്ഞു പോകണ്ട. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഫഖൂലു ഷ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, നിങ്ങളൊക്കെ പറഞ്ഞോ ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുന്നു എന്നല്ലാണ്ട് ആ കലിമത്ത് അംഗീകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആരും തന്നെ പിറകോട്ട് പോകണ്ട. എല്ലാവരും അത് അംഗീകരിച്ചു, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഖുർആനുൽ അദീമിലെ ഒരായത്താണ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ആ കത്ത് അവിടെ സമാപിക്കുന്നു. ഇതാണ് ഹിർക്കൽ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഹിയത്തുൽ കൽബി വശം കൊടുത്ത കത്ത്. ദഹിയത്തുൽ കൽബി അതിസുന്ദരനായ ഒരു മനുഷ്യനാണ്. ആര് നോക്കിയാലും ആകർഷിച്ചു പോകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചത്. രാജാവിന് കൊടുത്തയക്കുന്ന കത്തല്ലേ, അത് ഏതെങ്കിലും അണ്ണാച്ചിന്റെ കയ്യിലൊന്നും കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ. അതിന് യോഗ്യരായ ആളുകളുടെ കയ്യിലല്ലേ കൊടുത്തേക്കാൻ പറ്റൂ, എന്നാലേ അത് സ്വീകരിക്കൂ. മാത്രമല്ല, നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും ജിബ്രീൽ അലൈഹിസ്സലാം വരല് ദഹിയത്തുൽ കൽബിന്റെ കോലത്തിലാണ് എന്ന്. നേരത്തെ ഹദീസിന്റെ തുടക്കത്തിൽ ബുഖാരി ഷരീഫിന്റെ 1-ാമത്തെ ഹദീസിൽ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ തന്നെ നിങ്ങളുടെ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കത്ത് അവിടെ വെച്ച് വായിച്ചു. സംഭവം തീരുകയാണ്. ഇനി അതിൻ്റെ അപ്പുറമാണ് ഉള്ള കുഴപ്പവും ലഹളിയും കുലുമാലും അതൊക്കെ വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടിപ്പോൾ ഹിർക്കൽ ഇനി എന്താവൂ എന്നുള്ളത്. ഫലില്ലാഹിൽ ഹംദ്.